ഹായ്, വെൽക്കം ടു ഈസി സ്കോർട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ് 2 പാർട്ട് 4 ആണ്. അതർ ഇമ്പയർമെൻറ്റ്സ് ആൻഡ് ഡിസബിലിറ്റീസ്. അതർ ഇമ്പയർമെൻറ്റ് ആൻഡ് ഡിസബിലിറ്റീസിൽ ഫസ്റ്റ് ADHD ഓർ ADD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. ഹൈപ്പർ ആക്ടിവിറ്റി ആ കുട്ടി കാണിക്കുന്നില്ലെങ്കിൽ നമ്മളതിനെ ADD എന്ന് പറയുന്നു. ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ അതിനെ ADHD എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂറോളജിക്കൽ കണ്ടീഷൻ റിലേറ്റഡ് ടു പാർട്ട് ഓഫ് ബ്രെയിൻസ് കെമിസ്ട്രി ആൻഡ് അനാട്ടമി. ഇനി എന്തൊക്കെയാണ് ADHDൻ്റെ സിംറ്റംസ് നോക്കാം. ഇൻഅറ്റൻഷൻ, റെസ്റ്റ്ലെസ്നെസ്, ഇമ്പൾസിവിറ്റി, ഇറാറ്റിക്, അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ, ബ്ലേർട്ടിംഗ് ഔട്ട് ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ്സ്, ഇൻ്ററപ്റ്റിംഗ് എക്സസീവ്ലി. നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആയിരിക്കും. ഇങ്ങനെ ക്ലാസ്സിൽ ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ അറ്റൻഷൻ അറ്റൻഷൻ സ്പാൻ കുറവായിരിക്കാം. എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, ഒരു ടീച്ചറുടെ അടുത്ത് എന്താ പറയുന്നതെന്നുള്ളൊരു ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു ബിഹേവിയറൽ പ്രശ്നങ്ങൾ കാണിക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസാണ്. ഒരു ADHDക്ക് കാരണമാവാൻ ചിലപ്പോൾ ആ കുട്ടിയുടെ ഡയറ്റ് വരെ കാരണമായിരിക്കാം. അതിലിപ്പോൾ പറയുന്നത് ഈ കെമിക്കൽസ്, ഗ്ലൂട്ടൻ ആൻഡ് മിൽക്ക് മീൻസ് പ്രിസർവേഷൻ കെമിക്കൽസ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ കെമിക്കൽസ്, ഗ്ലൂട്ടൻ ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ ചില ആൾക്കാരുടെ ഡയറ്റിലുണ്ടെങ്കിൽ ചില ഇൻഡിവിജ്വൽസിന് അത് ADHDയിലേക്ക് ലീഡ് ചെയ്യാം. നെക്സ്റ്റ്, ഇങ്ങനത്തെ ADHD അല്ലെങ്കിൽ ADD ഉള്ള സ്റ്റുഡൻസിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടതെന്നുള്ള സ്ട്രാറ്റജീസാണ്. അതിൽ ഫസ്റ്റ് വൺ, consider a creative presentation of course material. Aim, stimulate a range of sense by providing for example visual aid and hands-on experience. നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ഒരു ക്രിയേറ്റീവ് വേയിൽ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ADHD ഉള്ള ആൾക്കാർക്ക് അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്, കോൺസെൻട്രേഷൻ കിട്ടില്ല, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ക്രിയേറ്റീവ് വേയിൽ അവരെ പിടിച്ചിരുത്തി അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന രീതിയിൽ ക്ലാസ് എടുത്താൽ മാത്രമേ അവരെ നമുക്ക് ക്ലാസ്സിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ലിങ്ക് കോഴ്സ് മെറ്റീരിയൽ ടു പേഴ്സണൽ സ്റ്റോറീസ്, വിഷ്വൽ ഇമേജസ് ആൻഡ് സൗണ്ട്സ്. നമ്മൾ എന്ത് പഠിപ്പിക്കുമ്പോഴും ഒരു പേഴ്സണൽ സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഇമേജ്, ഒരു വിഷ്വൽ ആയിട്ട് ആ കുട്ടീനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് മീൻസ് ഒരു രീതിയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റിയാലും അല്ലെങ്കിൽ പേഴ്സണലി അത് കണക്ട് ചെയ്യാൻ പറ്റിയാലും അത് കുട്ടിക്ക് അത് ഓർമ്മയിൽ നിൽക്കും. അതേപോലെ ഒരു പഠിക്കാനോ അല്ലെങ്കിൽ അത് ചിന്തിക്കാനുള്ളൊരു അറ്റൻഷൻ കൂടുതൽ കിട്ടും. Encourage students to be active readers, to underline, highlight and jot down the response to questions about their reading. Encourage students with ADHD to sit in the front row of the class. എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ ഈ ബാക്കിലൊക്കെ പോകുന്നതിനനുസരിച്ച് ഒരു ക്ലാസ്സിലൊരു ടീച്ചറിന് ആ ക്ലാസ്സിലെ ബാക്കിലെ സ്റ്റുഡൻസിനെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ടീച്ചറിൻ്റെ അറ്റൻഷൻ കുറയുന്നതിനനുസരിച്ച് ഇവരുടെ അറ്റൻഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവരുടെ മാക്സിമം ഫ്രണ്ട് റോസിൽ ഇരുത്താൻ ശ്രമിക്കുക. അതേപോലെ എന്തുണ്ടെങ്കിലും വളരെ സിസ്റ്റമാറ്റിക് വേയിൽ പ്രസൻറ്റ് ചെയ്ത് ക്ലിയർലി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ പ്രൊവൈഡ് റീഡിംഗ് ലിസ്റ്റ് ആസ് ഏർലി ആസ് പോസിബിൾ ഓഫ് ഗൈഡൻസ്, കീസ്, ടെക്സ്റ്റ് ആൻഡ് അലൗ ഇൻ-ഡെപ്ത് സ്റ്റഡി ഓഫ് എ ഫ്യൂ ടെക്സ്റ്റ് ഇൻ പ്ലേസ് ഓഫ് ബോർഡർ സ്റ്റഡി. ഒരു ബ്രോഡർ ആയിട്ടുള്ളൊരു സ്റ്റഡിക്ക് പകരം ഒരു ഇൻ-ഡെപ്ത് ആയിട്ടുള്ള കീ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഉള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. അതും കുറച്ച് മച്ച് ബിഫോർ ദി എക്സാം അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിൻ്റെ കുറേ മുന്നേ ഇവർക്ക് റീഡിംഗ് ലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ്, ടീച്ച് യൂസിങ് വെറൈറ്റി ഓഫ് ഫോമാറ്റ്സ്, ഹാൻഡ് ഔട്ട്സ്, ഓവർഹെഡ്സ്, വർക്ക്ഷീറ്റ്സ്, ഫിലിംസ്, ഫ്ലോ ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ്. മാക്സിമം വിഷ്വലി എങ്ങനെയെങ്കിലും നമുക്കൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വിഷ്വലി അവർക്ക് കുറച്ചും കൂടി അതിനെ മനസ്സിലാക്കാൻ പറ്റും, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അതുകൊണ്ട് വെറൈറ്റി ഓഫ് ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുക. വർക്ക്ഷീറ്റ്സ്, ഫിലിംസ്, അതേപോലത്തെ വെറൈറ്റി ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക. കൺസിഡർ യൂസിങ് ഡിഫറെൻറ്റ് കളേഴ്സ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് പ്രോസസ് വിഷ്വൽ ഇൻഫർമേഷൻ. വളരെ കളർഫുൾ ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം കുട്ടികൾക്ക് മീൻസ് അതൊന്ന് വായിക്കാൻ ചില ബുക്സ് ഉണ്ടാവും ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോറിംഗ് ആയിട്ടുള്ള ബുക്കാന്ന് പറഞ്ഞിട്ട് കുട്ടികൾ തൊടില്ല. പക്ഷെ അതേപോലെ അതേ സാധനം കുറച്ച് കളർഫുള്ളായിട്ട് കുറച്ച് ഇമേജസും ഫ്ലോ ചാർട്ട്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് അതേ സാധനം ഒരു നോട്ട് പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ. ആൻഡ് റിപ്പീറ്റ്
ആൻഡ് എംഫസൈസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ. ഇവർക്കൊക്കെ വളരെ അറ്റൻഷൻ സ്പാൻ കുറവായതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് ഒറ്റ തവണ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് വിട്ടുപോകും. അപ്പം എന്ത് ഇൻഫോർമേഷൻ ആണെങ്കിലും ഇവരുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കുക. കുറച്ച് പേഷ്യൻ്റായിട്ട് ഇവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുക. എൻകറേജ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് എ സ്റ്റഡി റുട്ടീൻ. ഇവർക്കൊരു ഡിസിപ്ലിൻഡ് ലൈഫ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കാനും ഒരു സ്റ്റഡി ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാനുള്ളൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കുക. മീൻസ് അവരെ ഈ നിർബന്ധിച്ചത് ഫോളോ ചെയ്യിക്കുക എന്നല്ല, എൻകറേജ് ചെയ്ത് ക്രിയേറ്റീവായിട്ടുള്ള വേസിൽ ഫ്രണ്ട്ലി ആയിട്ട് വളരെ പേഷ്യൻ്റായിട്ട് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്ത് കുട്ടിയുടെ ഒരു റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ, ASD. ഈ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നൊരു അംബ്രല്ല ടേമാണ്. അംബ്രല്ല ടേം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ കുറേ ടേംസ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു. ലൈക്ക് ഇതിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് ഈ ASDൻ്റെ അണ്ടറിൽ തന്നെയാണ് ആസ്പെർജർ സിൻഡ്രോം, ഓട്ടിസം, അങ്ങനത്തെ പല രീതിയിലുള്ള ഡിസോർഡേഴ്സ് മൊത്തം നമുക്ക് ASD എന്നുള്ളൊരു അംബ്രല്ല വേർഡിൻ്റെ അണ്ടറിൽ എൻകംപസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു ന്യൂറോ ബിഹേവിയറൽ കണ്ടീഷനാണ് that includes impairments in social interaction and developmental language and communication skills, complex combined with rigid, repetitive behaviors. Autistic characters such as Asperger's syndrome can coexist with the condition described above. അപ്പോൾ ഇതിലെന്താണ്, ഇതൊരു ന്യൂറോ ബിഹേവിയറൽ കണ്ടീഷനാണ്. നമുക്കത് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ഡെവലപ്മെൻറ്റ്, അതേപോലെ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിൽ, നമ്മുടെ ഇൻറ്ററാക്ഷൻസിൽ എല്ലാം ഇത് കുട്ടിയുടെ കോഗ്നിറ്റീവ് ബിഹേവിയർ അതേപോലെ ഡെവലപ്മെൻറ്റിലൊക്കെ ഇത് ബാധിക്കും. ഈ ആസ്പെർജർ സിൻഡ്രോം ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഈ സിംറ്റമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാം. ചിലരിൽ അത് ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ഓട്ടിസം പ്ലസ് ആസ്പെർജർ അങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, ചിൽഡ്രൻ വിത്ത് ഓട്ടിസം മേ ഓൾസോ ഹാവ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് ബിഹേവിയറൽ ചാലഞ്ചസ്. നമുക്കറിയാം ഓട്ടിസം ഉള്ള കുട്ടികൾ ഇൻ്റലക്ച്വലി അത്ര ബ്രൈറ്റ് ആയിരിക്കില്ല, അവർക്ക് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഉണ്ടാവാം. അതേപോലെ സോഷ്യൽ ബിഹേവിയറൽ സ്കിൽസ് വളരെ കുറവായിരിക്കും. എങ്ങനെയാണ് വേറൊരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പഠിക്കാനുള്ള കഴിവ് വളരെ കുറവ്, മീൻസ് ഇൻ്റലക്ച്വൽ സ്കിൽസ് വളരെ കുറവായിരിക്കും. അവരെന്ന് വെച്ചിട്ട് ഒന്നിനും കൊള്ളില്ല, അങ്ങനെയല്ല. ചിലർക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കാം, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കാം, അല്ല ഏതെങ്കിലും ഒരു ആർട്ട് ഫോം ആയിരിക്കാം, എന്തെങ്കിലും ഒരു രീതിയിലൊക്കെ ഉള്ള കഴിവുകളിലൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഇൻ്റലക്ച്വലി കുറച്ച് കുറവായിരിക്കും. അതേപോലെ സോഷ്യൽ ബിഹേവിയർ ചിലവർക്ക് കുറച്ച് കുറവായിരിക്കാം. അതേപോലെ വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതും കുറവായിരിക്കും. നമുക്കത് വളരെ ചെറുപ്പത്തിൽ തന്നെ ചിലപ്പോൾ മനസ്സിലാവും. ഒരു 3 ഇയേഴ്സിൻ്റെ മുന്നേ തന്നെ കുട്ടികളിൽ ഓട്ടിസ്റ്റിക് ഈ സിംറ്റംസൊക്കെ കാണിച്ചു തുടങ്ങും. മീൻസ് സാധാ കുട്ടികൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇവർ സംസാരം. വേർബൽ ആൻഡ് നോൺ വേർബൽ ബോത്ത് കമ്മ്യൂണിക്കേഷൻസും കുറവായിരിക്കും. പിന്നെ തിങ്കിങ് റിയലിസ്റ്റിക് കപ്പാസിറ്റിയിൽ തിങ്ക് ചെയ്യാനുള്ളത്, അതേപോലെ എന്തെങ്കിലും ഒരു ഡെയിലി ഡിസിഷൻസ് എടുക്കുക, അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക, അതൊക്കെ ഇതിൻ്റെ സിംറ്റമാണ്. ഇനി ടീച്ചിങ് സ്ട്രാറ്റജീസ്, ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? പ്രൊവൈഡ് ക്ലിയർ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ, ദാറ്റ് ഈസ് ബോത്ത് ഓറൽ ആൻഡ് റിട്ടൺ. ഓറലി ആൻഡ് റിട്ടൺ ഇൻഫോർമേഷൻസ് ഭയങ്കര ക്ലിയർ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ കോഴ്സ്, പ്രാക്ടിക്കൽ അറേഞ്ച്മെൻറ്റ്സ്, അസസ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഡെഡ് ലൈൻസ്. എന്തൊക്കെയാണോ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ഓറൽ ആൻഡ് റിട്ടൺ ഇൻഫർമേഷൻ കൊടുക്കുക. നെക്സ്റ്റ്, ബി കൺസിസ്റ്റൻറ്റ് ഇൻ അപ്രോച്ച് ആൻഡ് കീപ് വേരിയേഷൻ ടു എ മിനിമം. ഇന്ന് നമ്മൾ ഏത് രീതിയിലാണോ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചത് അതേ രീതിയിൽ നെക്സ്റ്റ് ഡേയും പഠിപ്പിക്കുക. നമ്മുടെ ടീച്ചിങ് സ്റ്റൈലിൽ വേരിയേഷൻസ് കുറയ്ക്കുക. കാരണം ഇവർക്ക് വേരിയേഷൻ ഇന്നിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നാളെയും അവരുടെ ഡേ അതുപോലെ ഒരു റൂട്ടീൻ ഉണ്ടാകും. ഇവർക്ക് ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വേ ഓഫ് ടീച്ചിങ്ങിൽ വേരിയേഷൻസ് കുറച്ച് ഒരു സെയിം അപ്രോച്ചിൽ, ഒരു കൺസിസ്റ്റൻ്റ് അപ്രോച്ചിൽ മുന്നോട്ട് പോവുക.
യൂസ് ക്ലിയർ അൺആംബിഗ്വസ് ലാംഗ്വേജ് ബോത്ത് സ്പോക്കൺ ആൻഡ് റിട്ടൺ. ക്ലിയർ ലാംഗ്വേജ് യൂസ് ചെയ്യുക. കാരണം കുട്ടികൾക്ക് ഇവർക്ക് സോഷ്യൽ സ്കിൽസും അതേപോലെ വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാനുള്ള സ്കിൽസും കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുമ്പോഴും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലാവാനുള്ള ചാൻസ് കുറവാണ്. ആൻഡ് ഇഫ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, ബി വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ഓർ അപ്രീഷിയേറ്റ് ആൻഡ് വൈ. ഇവർക്ക് നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കൊടുക്കുക. മീൻസ് ഇത് ചെയ്തത് നന്നായി, ഇതെന്തുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ള രീതിയിൽ വളരെ പ്രിസൈസ് ആൻഡ് കാര്യം മനസ്സിലാവുന്ന രീതിയിലൊരു ഫീഡ്ബാക്കാണ് കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. ദെൻ ബി പേഷ്യൻറ്റ്, എൻകറേജിങ് ആൻഡ് സപ്പോർട്ടീവ് ബട്ട് ഗൈഡ് ദ സ്റ്റുഡൻറ്റ് ബാക്ക് ഓൺ ട്രാക്ക്, ബാക്ക് ടു ദ ടാസ്ക് ഇഫ് നെസസറി. ഭയങ്കര പേഷ്യൻ്റ് ആയിരിക്കുക, അവരെ എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവർ ഇപ്പോൾ ട്രാക്ക് മീൻസ് അവരുടെ കോൺസെൻട്രേഷനൊക്കെ മാറിപ്പോവുകയാണെങ്കിൽ ബാക്ക് ടു ദ ടാസ്ക് അവരെ കൊണ്ടുവരിക. കുറച്ച് പേഷ്യൻ്റായിട്ട് വേണം ഇങ്ങനത്തെ കുട്ടികളെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യാൻ. അവർ ഭയങ്കര പഠിക്കാൻ ഇൻ്റലക്ച്വലി ഹൈ അല്ലാത്തതുകൊണ്ട് തന്നെ അവരെയൊക്കെ നമ്മൾ എന്താണോ അവർ ചെയ്യുന്നത് അതിനെയൊക്കെ കുറച്ച് പേഷ്യൻ്റായിട്ട് കേൾക്കാനും അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനും സമയം കണ്ടെത്തുക. നെക്സ്റ്റ്, എപ്പിലെപ്സി. അപ്പോൾ എപ്പിലെപ്സി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. സീഷേഴ്സ് ഉണ്ടാവുക, അതൊരു വെറൈറ്റി ഓഫ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഫങ്ഷൻസിനെ എഫക്റ്റ് ചെയ്യും. സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ അപസ്മാരം. ഒരു പേഴ്സണിൽ 2-ൽ കൂടുതൽ തവണ സീഷേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് നമ്മൾ എപ്പിലെപ്സി ഉണ്ടെന്നാണ് പറയുക. ഒരു സീഷർ എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ സർജ് നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന സമയത്ത് അത് നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്നു. ആ ടൈമിലാണ് ഒരു സീഷർ ഉണ്ടാകുക. ഒരു സീഷർ മാക്സിമം ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫ്യൂ സെക്കൻഡ്സ് അത്രേ ടൈം എടുക്കുള്ളൂ. ആ ഒരു ടൈമിൽ ലാസ്റ്റ് ചെയ്യും. പിന്നെ ദേ ക്യാൻ ഹാവ് സിംറ്റംസ് ഫ്രം കൺവൾഷൻസ്, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് to some that are not always recognized as seizures by the person. Like ചില ആൾക്കാരിൽ ബ്ലാങ്ക് സ്റ്റെയറിങ് ആയിരിക്കാം, ലിപ് സ്മാക്കിംഗ് ഓർ ജേർക്കിംഗ് മൂവ്മെൻറ്റ്സ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ്. ചിലർക്ക് പെട്ടെന്ന് ഇങ്ങനെ കാലും കൈയൊന്ന് വിറയ്ക്കുന്ന പോലെയായിരിക്കാം, ഇങ്ങനെ ചുണ്ട് കടിച്ച് പിടിക്കുന്ന ഒരു രീതിയിൽ. അങ്ങനത്തെ നമുക്ക് സീഷേഴ്സിൻ്റെ സിംറ്റമാണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചിലതിൽ. ബാക്കി സാധാ കോമൺ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് പോവുക, അങ്ങനത്തെ കോമൺ സിംറ്റംസും ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു കുട്ടിക്ക്, നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിക്ക് സീഷേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം കാമായിരിക്കണം. ഭയങ്കരമായിട്ട് പാനിക്കായി ആ സിറ്റുവേഷനിൽ പാനിക് ആവാതെ കാമായിട്ട് നിൽക്കുക. പ്രൊട്ടക്ട് ദ ചൈൽഡ് ഹെഡ് ബൈ ലേയിങ് എ കുഷൻ ഓർ യുവർ ഹാൻഡ് അറൗണ്ട് ദ ഹെഡ് സോ ദാറ്റ് ദ ചൈൽഡ് വിൽ നോട്ട് ഗെറ്റ് ഹേർട്ട്. ഇത് നമുക്കറിയാം, ഈ അപസ്മാരം വരുമ്പോൾ ഭയങ്കര ഹൈ ജേർക്കിംഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പം എവിടെ ബോധമില്ലാതെ താഴെ വീഴുമ്പോൾ തലയ്ക്ക് ഇഞ്ചുറീസ് പറ്റാനുള്ള സാധ്യത ഹൈ ആണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ അവരെ ഹെഡൊക്കെ കവർ ചെയ്ത് ഒരു കുഷൻ വെച്ചിട്ട് മീൻസ് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കവർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് നോ ഒബ്ജക്റ്റ് അറൗണ്ട് സച്ച് ആസ് ചെയർസ് ആൻഡ് ടേബിൾസ് ദാറ്റ് കുഡ് കോസ് ഇഞ്ചുറി. ഈ ഹൈ മൂവ്മെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1-2 ആൾക്കാർക്ക് പിടിച്ച് വെച്ചാൽ കിട്ടില്ല. അപ്പം എടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ, ചെയറോ അല്ലെങ്കിൽ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ കൈയിട്ടടിക്കുമ്പോൾ കാലിട്ടടിക്കുമ്പോൾ ഒക്കെ ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യുക. റിമെയിൻ വിത്ത് ദ ചൈൽഡ് അൺടിൽ ഹി ഓർ ഷീ റീഗെയിൻസ് ഫുൾ കോൺഷ്യസ്നെസ്. കറക്റ്റ് ബോധം വരുന്നവരെ ആ കുട്ടിയെ ഒറ്റയ്ക്ക് വിടാതെ കൂടെ തന്നെ നിൽക്കുക. പിന്നെ തിരിച്ച് മീൻസ് ബോധം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ട ഹെൽപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന്. ഇങ്ങനെ സീഷേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവരുടെ വായുടെ ഇടയിൽ ഓരോ സാധനങ്ങൾ, പണ്ടത്തെ ആൾക്കാർ കൊടുക്കില്ലേ, താക്കോല്, ഇരുമ്പിൻ്റെ പീസുകളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഈ സീഷേഴ്സ് വരുമ്പോൾ ചിലപ്പം ഈ ഭയങ്കര ശക്തിയിൽ നാവൊക്കെ കടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് കൊടുക്കുന്നത് ചിലപ്പം ഭയങ്കര റസ്റ്റി ആയിട്ടുള്ള താക്കോല് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് വളരെ വേറെ കൂടുതൽ ഇഞ്ചുറീസിലേക്ക് കാരണമാവുകയുള്ളൂ. അല്ലാതെ ഇതൊരിക്കലും സീഷറിനെ കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ നിൽക്കുക. പിന്നെ ഡു നോട്ട് റെസ്ട്രിക്റ്റ് ദ ലിം മൂവ്മെൻറ്റ്. കൈയും കാലും ഇങ്ങനെ പിടിച്ച് വെക്കില്ല. അങ്ങനെ
ചെയ്യാതെ മീൻസ് അയാൾക്കുള്ള സ്പേസ് കൊടുക്കുക. അവിടെ തല ഇഞ്ചുറി പറ്റാതെ സൂക്ഷിക്കുക. അതേപോലെ കൈയും കാലും പിടിച്ച് വെക്കാത്ത ലിമ്പിനൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക. ഇഞ്ചുറി വരാതിരിക്കാൻ ചുറ്റുമുള്ള ഡെസ്കും ബെഞ്ചും ഒക്കെ ഒന്ന് മാറ്റിയിടുക. ദെൻ ഇഫ് പോസിബിൾ റെഫർ ദ ചൈൽഡ് ടു എ ഹോസ്പിറ്റൽ. കോൺഷ്യസ്നെസ് ഒക്കെ വന്നു കഴിഞ്ഞാലും മീൻസ് ശരിയായി കഴിഞ്ഞാലും കുട്ടിയെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ നമുക്കൊന്ന് വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ ചൈൽഡ് ഇസ് സേഫ്. അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുക. അതിനുശേഷം the child is on medication, if the child is on medication, it is very important that he or she take the medication every day at the prescribed time. ഇപ്പം എന്തെങ്കിലും മെഡിക്കേഷൻസ് ഇതിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റ് ടൈമിന് മരുന്ന് കഴിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അടുത്തതാണ് ടർട്ടർ സിൻഡ്രോം. ടർട്ടർ സിൻഡ്രോം is a recognized medical condition. It is often inherited but the cause is not yet understood. ഇത് ഓഫൺ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ളൊരു ഡിസീസായിട്ടാണ് നമുക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കോസ് എന്താണ് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇറ്റ് ഈസ് എ വെരി കോംപ്ലക്സ് കണ്ടീഷൻ ബട്ട് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ മൂവ്മെൻറ്റ് ഡിസോർഡർ, ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഓർ സൈക്കാട്രിക് കണ്ടീഷൻ. ഇതെന്താണ്, ഇതിൻ്റെ റീസൺ എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതൊരു ന്യൂറോ സൈക്കാട്രിക് കണ്ടീഷൻ ആവാം, ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഡിസോർഡർ ആയിരിക്കാം. ഓക്കെ, ഇറ്റ് എഫക്റ്റ് ഓൾ ആസ്പെക്റ്റ് ഓഫ് ലൈഫ് ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ. നമ്മുടെ എഡ്യൂക്കേഷനും സോഷ്യൽ ബിഹേവിയർ, നമ്മുടെ വേർബൽ നോൺ വേർബൽസ്, ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അങ്ങനെ പറഞ്ഞ ഒരു ലൈഫിലെ ഏകദേശം എല്ലാ ആസ്പെക്ട്സിനെയും ഈ ടർട്ടർ സിൻഡ്രോം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദ സിംറ്റംസ് ഓഫ് ടർട്ടർ സിൻഡ്രോം ആർ ടിക്സ്. ടിക്സ് എന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാരുടെ മുഖത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, പെട്ടെന്ന് ഫേഷ്യൽ എക്സ്പ്രഷൻസിലൊക്കെ ഒരു ചേഞ്ചസ് ഒക്കെ ഉണ്ടായി, ഒരു ഭാഗത്തേക്ക് മുഖം കോടിപ്പോവാം, അങ്ങനത്തെ ഒരു സഡൻ മൂവ്മെൻറ്റ് ഇൻ ഫേഷ്യൽ മസിൽസൊക്കെ കാണാം. അതാണ് നമ്മൾ ടിക്സ് എന്ന് പറയുക. റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ആൻഡ് സൗണ്ട്സ്. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കൈയും കാലും ഒക്കെ ഇങ്ങനെ ഒരു വിറച്ച് ചില പ്രത്യേക സൗണ്ട്സൊക്കെ ഉണ്ടാക്കാം. അതിൻ്റെ ഒരു സിംറ്റമാണ്. ദെൻ ടിക്സ് യൂഷ്വലി സ്റ്റാർട്ട് അറൗണ്ട് ദ ഏജ് ഓഫ് 7. ഒരു കുട്ടി ഒരു 7 വയസ്സൊക്കെ ആവുന്ന ടൈമിലൊക്കെയാണ് ഈ ടിക്സ് കാണിച്ചു തുടങ്ങുക. ആൻഡ് ആർ ലൈക്ലി ടു പേഴ്സിസ്റ്റ് ത്രൂ ഔട്ട് ദ ലൈഫ്. പിന്നെ നമ്മുടെ ലൈഫ് സ്പാൻ ഫുൾ ഈ സിംറ്റം കാണിച്ചുകൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് ഓഫൺ ഡിക്രീസസ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് അഡോളസൻസ്. ചില ആൾക്കാരിൽ ഇതെന്താണ്, ഒരു അഡോളസൻറ്റ് ലൈഫൊക്കെ എത്തുമ്പം ഡിക്രീസ് ചെയ്യാം. ചിലരിൽ ഇത് ത്രൂ ഔട്ട് ദ ലൈഫ് കാണിക്കാറുണ്ട്. ടർട്ടർ സിൻഡ്രോം മേ ഓൾസോ സ്റ്റാർട്ട് വിത്ത് സൗണ്ട് സച്ച് എസ് ത്രോട്ട് ക്ലിയറിംഗ് ആൻഡ് സ്നിഫിംഗ് ഓർ ഈവൻ വിത്ത് മൾട്ടിപ്പിൾ ടിക്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആൻഡ് സൗണ്ട്സ്. ചിലരിൽ ടർട്ടർ സിൻഡ്രോം തുടങ്ങുന്നത് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും. ചില ഭയങ്കരമായിട്ടുള്ള സൗണ്ട്സ്, ഈ കഫിങ്, ക്ലിയറിങ് ആയിട്ടുള്ള ത്രോട്ട് ക്ലിയർ ചെയ്യുന്ന സൗണ്ട്സ്, അങ്ങനത്തെ സൗണ്ട്സിൽ തുടങ്ങി ടിക്സ് വരെ ആയിട്ടുള്ള രീതിയിലായിരിക്കാം ചിലരിൽ ഈ സിംറ്റംസ് കാണിക്കാം. നൗ പ്രാക്ടിക്കൽ ടിപ്സ് ഓൺ ടീച്ചിങ് ചിൽഡ്രൻ വിത്ത് ടർട്ടർ സിൻഡ്രോം. യൂസ് ഫ്ലെക്സിബിൾ ടീച്ചിങ് സ്റ്റൈൽസ്. യൂസ് പെയർഡ് ആൻഡ് കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്. എപ്പോഴും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടീച്ചിങ് സ്റ്റൈല് നമ്മൾ യൂസ് ചെയ്യാം. ലൈക്ക് മാക്സിമം നമ്മൾ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യുക എന്ത് കാര്യമാണെങ്കിലും. ഫ്ലോ ചാർട്ട്സ്, വെറൈറ്റി ഓഫ് ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുക. അതേപോലെ ഒരു വാം ആൻഡ് ലേണർ ഫ്രണ്ട്ലി ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അവർക്കൊരു മിനിമം സ്ട്രെസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുക. അതേപോലെ കുട്ടികൾക്ക് ഈ ടർട്ടർ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് എപ്പോഴും ടിക്സ് ആൻഡ് ഹാൻഡ് മൂവ്മെൻറ്റ്സ്, ലിംബ് മൂവ്മെൻറ്റ്സ് ഒക്കെ ചിലപ്പം അധികമായിരിക്കും. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ളൊരു എൻവയോൺമെൻറ്റും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബിഹേവിയറൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡിഫിക്കൽട്ടീസ്. ബിഹേവിയറൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ASD പോലെ തന്നെ ഒരു അംബ്രല്ല ടേമാണ്. ഇതിൻ്റെ അണ്ടറിലൊരു വൈഡ് റേഞ്ച് ഓഫ് കോംപ്ലക്സ് ക്രോണിക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. യങ് പീപ്പിളിലാണ്, ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിളിനാണ് ഇത് കൂടുതൽ കാണുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് SEBD. SEBD എന്ന് പറയുന്നത് സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിഫിക്കൽട്ടി ഓർ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിഫിക്കൽട്ടി.
The term BESD cover a wide range of special educational needs. This includes children and young people with emotional disorder and conduct disorder, hyperkinetic disorders, including attention deficit disorder or attention deficit hyperactivity disorder. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് എന്ത് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡേഴ്സ്, അതേപോലെ ADHD, ADD എന്ന് പറഞ്ഞ ഡിസോർഡേഴ്സൊക്കെ ഇതിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. ഈ പേര് പോലെ ആയ ആൾക്കാർക്കൊക്കെ എന്ത് ഡിഫിക്കൽട്ടീസാണ് ഉണ്ടാവുക? ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം, ഇമോഷണൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, സോഷ്യൽ സ്കിൽസിലെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. ഇത് കൂടുതലും കാണപ്പെടുന്നത് ചിൽഡ്രൻ ആൻഡ് യങ് ഏജസിലാണ്. ഇവരിൽ ഉണ്ടാവുന്ന ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസിനെ നമ്മൾ സോഷ്യൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസിനെ കോമൺലി ഒരു കളക്റ്റീവായിട്ട് പറയുന്നതാണ് BESD. The Special Education Needs SEN Code of Practice describes BESD as a learning difficulty. അപ്പം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സിൻ്റെ കോഡ് പ്രകാരം BESD എന്ന് പറയുന്നത് ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്തത്. അവിടെ ചിൽഡ്രന് എന്ത് പറ്റും? ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ ഡെമോൺസ്ട്രേറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിഫിക്കൽട്ടി സച്ച് ആസ് ബീയിങ് വിഡ്രോൺ ഓർ ഐസൊലേറ്റഡ്. ഇങ്ങനത്തെ ആൾക്കാർ ഭയങ്കര ഒറ്റപ്പെട്ട് എല്ലാവരുടെ അടുത്തു നിന്നും ഒരു വലിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ഡിസ്പ്ലേയിങ് എ ഡിസ്റപ്റ്റീവ് ആൻഡ് ഡിസ്റ്റർബിങ് നേച്ചർ, എന്താ പറയുക, എല്ലാം ഒരു നശിപ്പിക്കുന്ന ടൈം. ചില ആൾക്കാർ പറയില്ലേ ഭയങ്കര വികൃതിയാണ്, എന്ത് കിട്ടിയാലും നശിപ്പിക്കും എന്നൊക്കെ പറയുന്ന ടൈപ്പ്. അങ്ങനത്തെ ഒരു ഡിസ്റപ്റ്റീവ് ബിഹേവിയർ ആയിരിക്കാം. ബീയിങ് ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, തീരെ കോൺസെൻട്രേഷൻ ഇല്ലാതെ ഭയങ്കര എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ കോൺസെൻട്രേഷൻ ഡ്രിഫ്റ്റ് ചെയ്ത് വേറെ കാര്യങ്ങളിലേക്ക് എത്തി അങ്ങനെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അവർ. ദെൻ ഹാവിങ് ഇമ്മച്ചുവർ സോഷ്യൽ സ്കിൽസ്, നമുക്ക് എങ്ങനെ ഒരാളുടെ അടുത്ത് ബിഹേവ് ചെയ്യണം, ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയൊന്നും അറിയാത്ത ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള സോഷ്യൽ സ്കിൽസ് ആയിരിക്കാം. പ്രസൻറ്റിങ് ചാലഞ്ചസ് ബിഹേവിയേഴ്സ് അറൈസിങ് ഫ്രം അതർ കോംപ്ലക്സ് സ്പെഷ്യൽ നീഡ്സ്. ഇവർക്കൊക്കെ വേറെയും ചില പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള നീഡ്സ് കാരണം അറൈസ് ചെയ്യുന്നതായിരിക്കാം പ്രശ്നങ്ങൾ. Children who suffer from BESD struggle to overcome trust issues, which makes forming relationship with peers and adult incredibly hard. ഇങ്ങനത്തെ കുട്ടികളിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വളരെ കൂടുതലായിരിക്കും. ഈ ട്രസ്റ്റ് ഇഷ്യൂസ് കൂടുതലുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ അഡൾട്ട്സുമായിട്ടൊരു റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. Learning difficulties can also arise from children and young people with BESD because their difficulty can affect their ability with school routines and relationships. ഇവരുടെ ഇപ്പോൾ മുകളിൽ നമ്മൾ കുറച്ച് സിംറ്റംസ് കണ്ടു. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കാം, ഒരു ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ളൊരു ബിഹേവിയർ കാണിക്കാം, ഹൈപ്പർ ആക്റ്റീവാണ്. അതേപോലെ നമ്മൾ കുറേ സിംറ്റംസ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവരെ എന്തിനെ ബാധിക്കും? ഒരു സ്കൂൾ റൂട്ടീൻ ഫോം ചെയ്യുന്നതിനൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യും. അങ്ങനെ അത് അവരെ സ്റ്റഡീസിനെയും എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, ദ കോസ് ഓഫ് BESD. അണ്ടർലൈങ് റീസൺ ഫോർ BESD can encompass both within child factor and external factors. ചില ഫാക്ടേഴ്സ് ആ കുട്ടിയുടെ ഉള്ളിൽ തന്നെയായിരിക്കാം, ചില ഫാക്ടേഴ്സ് ഭയങ്കര എക്സ്റ്റേണൽ ആയിരിക്കും. ദർ ഈസ് നോട്ട് an automatic link between BESD and specific social factors. However, there is evidence that prevalence varies according to sex, age, and health and income. Incidence of BESD is higher in socially deprived inner city areas and affect more boys than girls. നമുക്ക് ഇതുവരെ ഇതിനൊരു ഈ BESDക്ക് സ്പെസിഫിക് സോഷ്യൽ ഫാക്ടറുമായിട്ടൊരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചില സോഷ്യൽ ഫാക്ടേഴ്സ് BESDനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഭയങ്കര ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഇന്നർ ഏരിയ എന്നൊക്കെ വരുന്നത് ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ കുറവായിട്ടുള്ള ഭാഗത്തു നിന്നാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരിൽ ഇത് കൂടുതൽ കാണാൻ പറ്റും. ഫീമെയിലിനെക്കാട്ടും മെയിൽസിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ചിൽഡ്രൻ ഹൂ ഹാവ് അതർ
learning or developmental difficulties such as speech and language problem are also at more risk. സ്പീച്ച് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും ഈ BESD വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഏർലി ചൈൽഡ്ഹുഡ് ട്രോമാസ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, ഇതൊക്കെ അല്ലെങ്കിൽ ഒരു അഡൾട്ടിൻ്റെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ്, ഇതൊക്കെ എന്തിനെ ഇമ്പാക്റ്റ് ചെയ്യും? ആ ചൈൽഡിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഒരു രീതിയിൽ ആ കുട്ടിയുടെ ബിഹേവിയറൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? BESDയിലേക്ക് ലീഡ് ചെയ്യുന്നു. ചില കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടാകുന്ന ഫാമിലി ഇഷ്യൂസ്, ഫാമിലിയിലെ ചിലപ്പം പാരൻസിൻ്റെ സെപ്പറേഷൻ, അവരുടെ നെഗ്ലിജൻസ്, കുട്ടികളോടുള്ള നെഗ്ലിജൻസ്, അങ്ങനത്തെ പല ഫാക്ടേഴ്സും ഇതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ ഇമ്പയർമെൻറ്റ്. Multiple impairment is a combination of physical, sensory and cognitive impairment that lead to severe interaction, communication and learning difficulty. Deaf and blindness is also considered to be a multiple impairment. നമുക്ക് ഈ വേർഡ് തന്നെ മനസ്സിലാവും. മൾട്ടിപ്പിൾ ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ അല്ലെങ്കിൽ സെൻസറി ഇമ്പയർമെൻറ്റിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇമ്പയർമെൻറ്റ് എന്ന് പറയുക. ഡെഫ് ആൻഡ് ബ്ലൈൻഡ്നെസ്സസ്, ഇപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് തന്നെ അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ, ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞു, അവർക്ക് അധികവും നമ്മൾ ഓഡിറ്ററി നോട്ട്സ്, വോയിസ് നോട്ട്സ് ഒക്കെ കൊടുത്ത് ക്ലാസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫീൽ ചെയ്ത്, ടാക്ടൈലിലൂടെ ഫീൽ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള രീതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഇനി അതേ ആൾ ഡെഫ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഡെഫും ആണ് ബ്ലൈൻഡും ആണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പഠിക്കാനൊരു ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിലുള്ള സ്പേസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു നോർമൽ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു പേഴ്സണിനെക്കാട്ടും ബുദ്ധിമുട്ടുള്ള കണ്ടീഷനാണ് മൾട്ടിപ്പിൾ ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. പീപ്പിൾ വിത്ത് സിവിയർ ഓഫ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി മേ എക്സിബിറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിപ്പെൻഡിങ് ഓൺ ദ കോമ്പിനേഷൻ ആൻഡ് സിവിയാരിറ്റി ഓഫ് ഡിസബിലിറ്റി and the person's age. A child with severe cerebral palsy, developmental impatient and visual impairment also has multiple impairment. Cognitive processes are limited because of the developmental impairment, and visual understanding of the world is reduced because of the poor vision and a poor ability to process visual information. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? ഒരു കോമ്പിനേഷൻ, ഇപ്പോൾ ഒരു കുട്ടിക്ക് സെറിബ്രൽ പാലസി, വിഷ്വൽ ഇമ്പയർമെൻറ്റ്, അതേപോലെ ഡെവലപ്മെൻറ്റൽ ഇമ്പയർമെൻറ്റ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇതും ഈ ഒരു മൂന്നിൻ്റെയും കോമ്പിനേഷനൊക്കെ വരിക എന്ന് പറയുന്നത് ഒരു സിവിയർ കണ്ടീഷൻസാണ്. വിഷ്വലി ഇമ്പയർ ആയിരുന്ന ആൾക്കാർ ഇപ്പം സെറിബ്രൽ പാലസിയൊക്കെ ആണെങ്കിൽ വേർബൽ ആൻഡ് നോൺ വേർബൽ ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതേപോലെ മോട്ടോർ ആയിട്ടുള്ള എബിലിറ്റീസ് കുറവായിരിക്കാം. അങ്ങനെ പല രീതിയിലും ആ കുട്ടിയുടെ കോഗ്നേറ്റീവ് ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. അപ്പോൾ ഒരു സിംഗിൾ ഇമ്പയർമെൻറ്റിനെക്കാട്ടും കൂടുതൽ എഫക്റ്റീവ്, ഭയങ്കര സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് മൾട്ടിപ്പിൾ ഇമ്പയർമെൻറ്റ്സ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ നമ്മൾ വളരെ കെയർ കൊടുത്ത് ഒരു കഴിയുന്നത് ഒരു ഒറ്റയ്ക്കുള്ള കണ്ടീഷൻസിൽ അവർക്ക് എന്താണോ അവരുടെ നീഡിനനുസരിച്ച്, ഓരോ കുട്ടികൾക്കും ഓരോ നീഡായിരിക്കാം. മൾട്ടിപ്പിൾ ഇമ്പയർമെൻറ്റ്സ് പല കോമ്പിനേഷൻസിൽ വരുന്നതുകൊണ്ട് ഈ മൾട്ടിപ്പിൾ ഇമ്പയർമെൻറ്റ്സ് ഉള്ള ഓരോ ഇൻഡിവിജ്വലിനും ഓരോ നീഡും ഓരോ രീതിയിലുള്ള ക്ലാസ്സും ആയിരിക്കും വേണ്ടവർ. അതിനനുസരിച്ച് അവരെ മനസ്സിലാക്കി വളരെ പേഷ്യൻ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ. ഇതിലുള്ള പോർഷൻസും പോയിൻറ്റ്സൊക്കെ വളരെ സിമ്പിളാണ്. അസുഖങ്ങളും ബിഹേവിയറൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡിഫിക്കൽട്ടി, അങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ള ടോട്ടോ സിൻഡ്രോം, എപ്പിലെപ്സി, ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ, ഇതൊക്കെ നമ്മൾ കോമൺലി കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ടേംസിൽ പഠിച്ചു വെക്കുക. ഈസി ആയിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്.